ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുക കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മൽബറിക്ക പഴുത്തത് കാണിച്ചില്ലേ. അപ്പം എനിക്ക് ഇത്രയും ഉണ്ട് കേട്ടോ. നമ്മളതിനെ ഇനിയും കഴുകി വാരി എടുത്തിട്ട് വൈൻ ഉണ്ടാക്കാൻ നോക്കുവാണേ. അപ്പം കണ്ടോ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് കേട്ടോ. നമ്മുടെ മൽബറിക്കയുടെ കളറായി ഇറങ്ങുന്നത് കണ്ടോ. അത് എന്നാലും വെളിയിലൊക്കെ നിൽക്കുന്നതല്ലേ, എല്ലാവർക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് 2 മൂടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കൂടുതലുണ്ടായിരുന്നു. അന്നൊന്നും ചെയ്തില്ല. ഇപ്പം എനിക്ക് തോന്നി ഇത് ചെയ്യാമെന്ന് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഈ മൽബറിക്ക കഴുകി വാരി എടുത്തു, മൽബറി പഴം. അപ്പോൾ ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളത്തോളം നമ്മൾ തിളപ്പിക്കാൻ പോവുക. നമുക്ക് ഏകദേശം ഒരു 1/2 കിലോ 500 ഗ്രാമോളം ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഒരു 2 ലിറ്റർ വെള്ളത്തോളമാണ് നമ്മൾ തിളപ്പിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഈ മൽബറിക്കായും ഇടും. പിന്നെ ഇത് കണ്ടോ, ഇത് പട്ടയാണ്, കറുകപ്പട്ട കണ്ടോ. നമ്മൾ അതിച്ചിരി ഇടുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ മൽബറിക്ക ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മുടെ മൽബറിക്ക ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഒരു 5 ഗ്രാമ്പൂ ഇടുന്നുണ്ടേ. ഒരു 4-5 ഗ്രാമ്പൂ ഇട്ടു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് നല്ലതാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. 5-6 ഏലക്കായ ഇട്ടു. ഇനി ഇതിനകത്ത് ഞാൻ 3-4 സ്പൂണ് പഞ്ചസാര ഇടുകയാണ്. അപ്പോൾ ഇനി ഇതുണ്ടല്ലോ, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിനെ ഉണ്ടല്ലോ എടുത്ത് വാങ്ങി വെക്കുവാണ്. വാങ്ങി വെച്ചിട്ട് പിന്നെ ഗ്യാസ് നിർത്തി വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ അതിനെ എടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ മൽബറിയെ ഓലോലിക്ക, പിന്നെ ചാമ്പയ്ക്ക, പിന്നെ മുന്തിരിങ്ങ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനം കൊണ്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യണേ. നമ്മുടെ മൽബറിക്ക ഉണ്ടോ, നമ്മുടെ മൽബറി പഴം നന്നായിട്ട് തിളച്ചു. ഇനിയാണെങ്കിൽ ഇതിനെ നമ്മൾ ഗ്യാസ് നിർത്തി വെക്കാൻ പോവാണ്. ഗ്യാസ് നിർത്തിയിട്ട് പിന്നെ ഇച്ചിരി കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് അതിനെ തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതിനകത്തോട്ട് 1 നുള്ളി ഈസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനെ അടച്ചിവിടെ വെക്കും. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെക്കും. കണ്ടോ, നമ്മൾ 1 നുള്ളി ഈസ്റ്റ് ഇതിനകത്തിട്ടു. എന്നിട്ട് നമ്മൾ ഒരു തവി കൊണ്ട് അതിനെ ഒന്ന് ഇളക്കി ഇതിനെ അടച്ച് വെക്കുവാണേ. നമ്മൾ വൈൻ ഉണ്ടാക്കാനായിട്ട് തിളപ്പിച്ച നമ്മുടെ മൽബറി കണ്ടോ നന്നായിട്ട് തണുത്ത് നമ്മൾ ഓരോ ഗ്ലാസ് ബൗളിനകത്തോട്ട് ഒഴിച്ച് വെച്ചേക്കുക. ഇതിനി നന്നായിട്ട് നമ്മളിതിനെ അടച്ച് ഒരു 15 ദിവസം അവിടെ വെക്കണം. അപ്പം അതിന് ശേഷമാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ മൽബറി ഒരു ബൗളിനകത്ത് ഇത് പതഞ്ഞ് പൊങ്ങുകയോ എല്ലാം ചെയ്യുമെന്നും കണ്ട് പേടിച്ച് തുളുമ്പി ഒഴിക്കാതെ കണ്ട 2 ബൗളിനകത്താക്കി വെച്ചേക്കുക. കണ്ട, സൂപ്പറല്ലേ. ഹായ് കൂട്ടുകാരെ, നമ്മുടെ വൈൻ കണ്ടോ, നമ്മുടെ മൽബറിയുടെ വൈൻ ഉണ്ടല്ലോ കണ്ടോ, റെഡിയായി കേട്ടോ. നമ്മളതിനെ ഇനി അരിച്ചെടുക്കുവാണേ. അരിച്ച് ബോട്ടിലോട്ടാക്കാൻ പോവാണേ. എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വേലയാണ്.
സൂപ്പറായെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ബോട്ടിലൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒഴിച്ച് വെക്കാൻ. അപ്പം ഇതിനിങ്ങനെ ഞങ്ങൾ തയ്യാറാക്കുക കേട്ടോ. നമ്മൾ തുണി വെച്ചൊക്കെയാണ് ഇത് അരിക്കേണ്ടതെന്ന് പറയും കേട്ടോ. തുണിയൊക്കെ വെച്ച് ഞെക്കിപ്പിഴിഞ്ഞെടുക്കണമെന്ന് പറയും. അപ്പം നമ്മുടെ വൈന് നമ്മൾ അതിനെ അരിച്ചെടുത്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ അരിച്ച് ഇതൊക്കെ ആക്കി വെച്ചു. എത്രയും നന്നായെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വേസ്റ്റൊന്നും ഒട്ടുമില്ലാതെ അതിനെ നമ്മൾ ഇത്രയും അരിച്ചെടുത്തു. കണ്ടോ, ഒരു തുള്ളി പോലും അരിക്കൊന്നുമില്ല ഇതിനകത്ത്. ഉള്ളതിനെ നമ്മൾ ഉണങ്ങിയ അരിപ്പയ്ക്കകത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വൈനിനെ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടിത് ചെയ്യുക കേട്ടോ. നമുക്ക് മൽബറിക്ക ഒരുപാടുള്ളപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ വൈൻ ഉണ്ടാക്കാം. എൻ്റെ മോള് പറഞ്ഞു, അതൊക്കെയാണ് ഞാനിതിന് ഒരുങ്ങിയത്. അപ്പം ഞാൻ ഈ ബോട്ടിലോട്ട് എടുത്തൊഴിക്കാൻ നമ്മുടെ കൈക്കൊക്കെ ഒരു ഇച്ചിരി വിലക്കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചു കപ്പും കൊണ്ട് എടുത്ത് ഇതിനകത്ത് നമ്മൾ ഒഴിക്കുകയാണ്. കൈക്കൊരു വിറയിലൊക്കെ വരുന്നുണ്ടല്ലോ. അതുപോലും വൈൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊട്ടുന്ന കുക്കീസ് സൂക്ഷിക്കണമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ അറിയാവുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കുക്കീസ് സംഘടിപ്പിച്ചത്. ഇതിനകത്തൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ഇതിന് ഒരു കുപ്പി നമ്മൾ ഒഴിച്ച് മാറ്റുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, എൻ്റെ വൈൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.